പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അത് വെളിപാട് പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ തിരുവചനമാണ്. അവിടെ നമുക്കറിയാം 7 സഭകൾക്കുള്ള കത്താണ്. അതിൽ ലവദോക്കിയയിലെ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എങ്ങനെയാണ്? നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ആത്മീയ തളർച്ചയെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ വിശ്വാസിയാണോ? അതെ. യേശു ദൈവമാണോ? ആരാണ് നിൻ്റെ ദൈവം? നമ്മുടെ പിള്ളേർ വരെ പറയും യേശുവാണുണ്ട്. എന്നാൽ ശരിക്കൊരു മരവിച്ച വിശ്വാസത്തിന് ഉടമകളാണ് നാം എന്നത് ഒരു സത്യമാണ് താനും, അല്ലേ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം നമുക്ക് ആവർത്തിച്ച് വായിക്കുക. ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന തിരുവചന ഭാഗങ്ങൾ, ദൈവമേ, ഞങ്ങൾക്ക് വിശ്വാസത്തിലൊരു ചൂട് വേണം, ഈ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഒരു തീക്ഷ്ണത വേണം, ഒരു ജ്വലനം വേണം. അത് ശരിക്കും ആഗ്രഹിച്ച് ഈ ഒരു വചനം നമ്മളോട് ഈശോ പറയുന്നതാണ്. ഇന്നേ ദിവസം ഈ ചൊവ്വാഴ്ച ദിനത്തിൽ ഈശോ നമ്മോട് പറയുന്ന വചനമാണ്. ചൊവ്വാഴ്ച നമുക്കറിയാം അന്തോണീസ് പുണ്യാളിൻ്റെ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിതമാണ്. വിശുദ്ധ അന്തോണീസിൻ്റെ ഈശോ ഉണ്ണീശോയുടെ അടുത്തുള്ള പടം നമുക്കറിയാം. അതിൽ വചനത്തിലാണ് ശരിക്കും ഈശോ ഇരിക്കുന്നത്, അല്ലേ? നമുക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അന്തോണീസൊക്കെ അദ്ദേഹത്തിൻ്റെ യൗവനത്തിലും കുഞ്ഞുനാളിലൊക്കെ ദൈവവചനത്തിലൂടെ യേശുവിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവവചനത്തിലൂടെ ഈശോയെ കുറേ കൂടി കാണുവാൻ, ജെറോം പുണ്യവാളൻ പറയുന്നത് പോലെ വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോയെ കാണാൻ വേണ്ട ഒരു പ്രത്യേക കൃപ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥത്തിൽ നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.